ഏഷ്യ കപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ സർപ്രൈസ് താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ ടീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത മാസം 10-നാണ് ഇന്ത്യയും UAEയും തമ്മിൽ ഏഷ്യ കപ്പ് നടക്കുന്നത്. ഇത്തവണ T20 ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ്. അതുകൊണ്ട് സീനിയർ താരങ്ങൾ ഉണ്ടായിരിക്കില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയും ഏഷ്യ കപ്പിൽ കളിക്കില്ല. ഇപ്പോഴിതാ മലയാളി താരം സഞ്ജുവിന് വലിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. സഞ്ജു ഏഷ്യ കപ്പിൽ ഉണ്ടാകുമെന്നാണ് ഗംഭീർ പറയുന്നത്. പക്ഷേ സഞ്ജുവിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഓപ്പണിംഗ് സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ല് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അഭിഷേക് ശർമ്മയെ പിന്തള്ളിയാണ് ശുഭ്മാൻ ഗില്ല് വരുന്നത്. അഭിഷേക് T20യിൽ 1-ാം റാങ്കിലുണ്ട്. എന്നിട്ടും അഭിഷേകിനെ ഒഴിവാക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ ഉൾക്കൊള്ളിച്ച് സഞ്ജുവിനെ നൈസിൽ പുറത്താക്കാനാണ് അവരുടെ പദ്ധതി. ഏഷ്യ കപ്പിൽ എന്തായാലും സഞ്ജു ഉണ്ടായിരിക്കും. അതിനുശേഷം ഗില്ലിനായിരിക്കും T20യിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. കോച്ച് ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാറിനും ഇതിഷ്ടമല്ല. ഏഷ്യ കപ്പിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും മാത്രം മതിയെന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് ജയ്സ്വാളുമുണ്ട്. ഇപ്പോൾ തന്നെ 3 ഓപ്പണേഴ്സായി. എന്നിട്ടാണ് ശുഭ്മാൻ ഗില്ലിനെ കൂടി ഓപ്പണിംഗിൽ ഉൾപ്പെടുത്തുന്നത്. നേരത്തെ ശ്രേയസ് അയ്യർ ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രേയസ് അയ്യരെ കൂടി ടീമിൽ ഉൾക്കൊള്ളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ തിലക് വർമ്മയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടും. ആ സ്ഥാനത്ത് ശ്രേയസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. 4-ാം നമ്പറിൽ സൂര്യകുമാർ തന്നെ കളിച്ചേക്കും. ബാക്കപ്പ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയായിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകുന്നത്. സഞ്ജു മെയിൻ കീപ്പറായിട്ട് എല്ലാ മാച്ചിലും കളിക്കും. ഇന്ത്യക്ക് എതിരാളികൾ പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് വാശിയേറിയ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ഇപ്രാവശ്യം ഏഷ്യ കപ്പ് ഇന്ത്യക്ക് തന്നെ ലഭിക്കും. റിയാൻ പരാഗ്, ഹർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, രവി ബിഷ്ണോയ് തുടങ്ങിയ താരങ്ങളും ടീമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏഷ്യ കപ്പിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.